നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. നാം സൃഷ്ടിയോടടുക്കുമ്പോഴേ സ്രഷ്ടാവ് നമ്മോടടുക്കുകയുള്ളൂ. അതിനുള്ള ആത്മീയ ചൈതന്യം നൽകുകയാണ് ആത്മഹർഷത്തിന്റെ പുണ്യകാലമായ റമദാൻ. ഇരുട്ടിൽ തപ്പി കൈനകരി ഇരുളടയുന്നതിന് പിന്നിൽ KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമെന്ന് AD കുഞ്ഞച്ചൻ. പൈതലെ പാവപ്പെട്ടവർക്കുള്ളതല്ലീ ലോകമെന്ന ചങ്ങമ്പുഴ കവിത അന്വർത്ഥമാക്കുകയാണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംവരണം പാലിക്കേണ്ടതില്ല എന്ന സുപ്രീംകോടതി വിധി. വാർത്തകൾ വിശദമായി. ആത്മഹർഷത്തിന്റെ പുണ്യകാലം പിറന്നു. മാസപ്പിറവി ദൃശ്യമായതോടെ ഒരു മാസം നീളുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യദിനങ്ങൾക്ക് തുടക്കമായി. പള്ളികളിൽ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹ് നിസ്കാരം തുടങ്ങി. ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ദൈവിക നിർദ്ദേശങ്ങളുടെ കാലമാണ് വിശുദ്ധ റമദാൻ. പൈശാചിക ചിന്തകളിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായും മുക്തമാക്കി ആത്മീയ ചൈതന്യത്തിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് റമദാൻ ചെയ്യുന്നത്. സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളും കഷ്ടപ്പാടുകളും കൂട്ടുത്തരവാദിത്തങ്ങളും തിരിച്ചറിയുവാൻ റമദാൻ ഇടം നൽകുന്നു. മനുഷ്യനിൽ നിന്ന് അകലുന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. അർദ്ധരാത്രി സമയത്ത് പോലും ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും സഹജീവിയിൽ നിന്ന് അകന്നു പോകുന്നവരോ അയൽപ്പക്ക ബന്ധങ്ങൾ പോലും നിലനിർത്താത്തവരോ ആണ്. ഇത്തരം കപട ആത്മീയത ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഖുറാന്റെ വാർഷികം കൂടിയാണ് റമദാൻ. ഖുറാൻ കേവലം ഒരു ഗ്രന്ഥം എന്നതിലപ്പുറം ദൈവിക വചനങ്ങൾ ക്രോഡീകരിക്കുകയും മനുഷ്യനെ പ്രമേയമാക്കുകയും മാനവരാശിയുടെ സകല മേഖലകളെയും കോർത്തിണക്കിയതാണ് ഖുറാൻ. റമദാനിലെ 3 പത്തുകൾ വ്യത്യസ്തമായ 3 പുണ്യങ്ങളെ അറിയിക്കുന്നുണ്ട്. ആദ്യത്തെ 10 നാൾ അനുഗ്രഹത്തിന്റെയും, രണ്ടാമത്തെ 10 നാൾ പാപമോചനത്തിന്റെയും, മൂന്നാമത്തെ 10 നാൾ നരകമോചനത്തിന്റെയും ദിവസങ്ങളാണ്. പരിശുദ്ധവും പാവനവുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സ്വന്തം മാസമെന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ റമദാനിലേക്കാണ് പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് ആഗതമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മാസം കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെയും ഒരു മാസമായിട്ടുള്ള ഈ മാസം അത് കഴിയും വിധം നാം പരമാവധി മുതലെടുത്ത് അള്ളാഹുവിന്റെ പാപമോചനം, നമ്മുടെ പാപമോചനത്തിൽ നിന്നും ഒരു ഒഴിവ് തേടി നാം സൽപാന്താവിലേക്ക്, സത്യത്തിന്റെ സന്മാർഗത്തിന്റെ ഒരു പാന്താവിലേക്ക് നാം നടന്നു ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ മാസം അതിൻ്റെതായ രീതിയിൽ മുതലെടുക്കാനും ഖുർആൻ കൊണ്ട് മുക്തമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV. ലോഡ് ഷെഡിംഗ് താൽക്കാലികമായി ഒഴിവാക്കിയെങ്കിലും കൈനകരിക്കാർ ഇന്നും ഇരുട്ടിൽ തപ്പുകയാണ്. വിതരണ ശൃംഖലയിലോ ട്രാൻസ്ഫോമറിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചാലും കൈനകരി KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് CPIM SC അംഗം AD കുഞ്ഞച്ചൻ. പിടിപ്പുകെട്ട ഭരണത്തിന്റെ സൃഷ്ടിയാണ് കേരളം മുഴുവൻ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുത പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി ഉപഭോഗം പ്രതിവർഷം 8% വർദ്ധിച്ചിട്ടും ഉൽപാദനം കൂട്ടുന്നതിന് സർക്കാർ ഒന്നും ചെയ്തില്ല. മുൻ വൈദ്യുതി മന്ത്രി AK ബാലൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിസന്ധി മുൻകൂട്ടി മനസ്സിലാക്കി ഇടപെടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ പ്രതിദിന ഉപഭോഗത്തിന്റെ പകുതി പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. കേന്ദ്ര പൂളിൽ നിന്നും വാങ്ങി കേരളത്തിന് എത്തിക്കുന്നതിനു വേണ്ട പ്രസരണ ലൈനുമില്ല. വൈദ്യുതി രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് ചുവടുവെച്ച വൈദ്യുതി മിച്ച സംസ്ഥാനമായി മാറുന്ന ഒരു കാലം കേരളത്തിന് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ തകർച്ചയെന്നും AD കുഞ്ഞച്ചൻ പറഞ്ഞു. എന്നാൽ കൈനകരി ഇരുളടയുന്നതിന് കാരണം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ്. ഈ നില തുടർന്നാൽ കാര്യങ്ങൾ വഷളാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൈനകരിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുക, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈനകരി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിശാധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AD കുഞ്ഞച്ചൻ. നമ്മുടെ ഈ വൈദ്യുതിയുടെ കായൽ പ്രദേശങ്ങളിലും അതുപോലെ കുട്ടനാട്ടിലെ കൈനകരി പോലുള്ള പ്രദേശങ്ങളിലേക്കുമുള്ള വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തീവ്രമായ പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ഒരു സൂചന നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എല്ലാ കായൽ പ്രദേശങ്ങളിലും വളരെ സുരക്ഷിതമായ വൈദ്യുതി ലൈനുകൾ ഉണ്ടായിരുന്നു. ആ വൈദ്യുതി ലൈനിലൂടെ
കുട്ടനാട് പ്രദേശത്തേക്ക് വൈദ്യുതി എത്തുന്നത് ഒന്ന് പുഞ്ച സെക്ഷനാവുന്ന പള്ളം കേന്ദ്രീകരിച്ച പ്രദേശത്തു നിന്നും മങ്കമ്പ് വൈദ്യുതിയുടെ കേന്ദ്രത്തിൽ നിന്നും പുന്നപ്പറ വൈദ്യുതി കേന്ദ്രത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമാണ് നമുക്ക് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നത്. കൈനകര ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് മുന്നിൽ റാന്തൽ വിളക്ക് കൊളുത്തിയാണ് നിശാധർണ നടത്തിയത്. എസ് സുധിമോൻ, പി രതീശൻ, പി വി കലേഷ്, കെ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ലോകമെങ്ങും ജൂൺ 1 കുട്ടികളുടെ ദിനമായും ജൂൺ മാസം കുട്ടികളുടെ മാസമായും ആചരിക്കുന്നു. കേരളത്തിലെ പ്രവേശനോത്സവവും പുതിയ അധ്യയന വർഷാരംഭവും നടന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവരണവും മാതൃഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട ആശങ്കയുണർത്തുന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അരങ്ങേറിയത്. ഭാവിയുടെ പ്രകാശം പരത്തുന്നവരായ കുട്ടികൾക്ക് മുന്നിൽ ഇരുട്ടിന്റെ കനത്ത അടരുകളാണ് കോടതി വിധി അടിച്ചേൽപ്പിച്ചത്. അതിനെതിരെ വസ്തുതകൾ നിരത്തേണ്ട ഭരണകൂടമാവട്ടെ പാഴ്മുറം കൊണ്ട് മുഖം മറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. പുള്ളിക്കുത്തുകൾ പതിഞ്ഞ ഗ്രാമത്തിലും വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന തൊഴിലാളികൾക്കിടയിലും ഭാരതത്തെ കണ്ടെത്തണമെന്ന് നെഹ്റു കുട്ടികളെ ഉപദേശിച്ചിട്ടുണ്ട്. അനസൂയ വിശുദ്ധിയോടെ കുട്ടികൾക്ക് വളരേണ്ട സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. സദാചാരനിഷ്ഠവും സാമൂഹ്യ പ്രതിബദ്ധവുമായ ജീവിതത്തിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നടന്ന് നീങ്ങേണ്ടത്. മനോബലം കൂട്ടുന്നതും ബുദ്ധി വികസിക്കുന്നതും സമഭാവന നിലനിർത്തുന്നതും സ്വാശ്രയത്വം വളർത്തുന്നതുമായ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് ആദർശധീരരായി വളരുവാനുള്ള സാഹചര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംവരണം പാലിക്കേണ്ടതില്ല എന്ന സുപ്രീംകോടതി വിധി. ലോക ശിശുദിനമെന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മാർഗരറ്റ് പ്ലാസ്രോ എന്ന വനിതയാണ്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ കാത്തുരക്ഷിക്കുവാൻ, അവരുടെ സർഗാത്മകതയും സ്വാതന്ത്ര്യവും പരിപോഷിപ്പിക്കുവാൻ സമൂഹം ഇടപെടണമെന്ന് മാർഗരറ്റ് നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി 1925 ജനീവയിൽ ചേർന്ന ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനം ജൂൺ 1 കുട്ടികളുടെ ദിനമായി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. എന്നാൽ ഒരു ജൂൺ മാസം കൂടി പിന്നിടുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ അവകാശത്തിന്റെ പേരിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോർപ്പറേറ്റുകൾ നേടിയെടുത്ത അനുകൂല വിധിക്കെതിരെ പ്രതികരിക്കാൻ ആളില്ലാത്തത് അക്ഷരാർത്ഥത്തിൽ മലയാളത്തിന് നാണക്കേടാണ്. വർണ്ണം വിതറുന്ന പൂക്കൾ ഉദ്യാനത്തെ ആകർഷകമാക്കുന്നതുപോലെ പുഞ്ചിരി വിതറുന്ന കുഞ്ഞുങ്ങൾ സമൂഹത്തെ സുന്ദരമാക്കുന്നുവെന്ന് മാക്സിം ഗോർക്കി അമ്മ എന്ന നോവലിൽ പറയുന്നുണ്ട്. പഴയ ഉപമകളും ഉൾപ്രേക്ഷകളും കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നവരല്ല ഇന്നത്തെ കുട്ടികൾ. അവർ കാര്യങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാൻ പ്രാപ്തരായാണ് വളരുന്നത്. അങ്ങനെ വളർന്നുവരുന്ന ഒരു തലമുറ തങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിച്ചത് ആരാണ്, എന്തിന്റെ പേരിലാണ് എന്ന ചോദ്യം ഒരിക്കൽ ഉയർത്തും. സമൂഹ മനസാക്ഷി ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും അന്ന്. MD വാസുദേവൻ നായരുടെ നാലുകെട്ടിലെ കുട്ടി ചിന്തിക്കുന്നത് വളർന്ന വലിയ ആളാകണമെന്നാണ്. ആരെയും ഭയപ്പെടാതെ തല ഉയർത്തി നിൽക്കുമെന്നാണ്. അധ്യാപകന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് ക്ലാസ് വിട്ടിറങ്ങിയ കേശവദേവിന്റെ ഓടയിലെ പപ്പു എന്ന കുട്ടിയും മലയാളി മറക്കാനിടയില്ല. ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്നായിത്തീരുന്ന വിദ്യാഭ്യാസ സാഹചര്യമാണ് മലയാളിക്ക് ഇന്ന് ആവശ്യം. കേരളത്തിന്റെ പോരാട്ട ചരിത്രങ്ങളിലെല്ലാം കുട്ടികളുടെ വലിയ സാന്നിധ്യമുണ്ട്. പ്രായം കൊണ്ട് ചെറിയവരെങ്കിലും അത്ഭുതം കാട്ടുന്നവരാണ് കുട്ടികൾ. കുഞ്ഞുങ്ങൾ നാടിന്റെ നന്മകളാണ്. ഭാവിയെ നിയന്ത്രിക്കുന്ന കൈകൾ അവരുടേതാണ്. പൈതലെ പാവപ്പെട്ടവർക്കുള്ളതല്ലീ ലോകമെന്ന ചങ്ങമ്പുഴ കവിത അവർ ഒരിക്കൽ തിരുത്തിയെഴുതും. കാലം അതിന് സാക്ഷിയാവും. ന്യൂസ് ഡെസ്ക് KCV. ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പോലീസ് ഓഫീസർമാർക്കായി ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ AR ക്യാമ്പിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാനോ മാസിഡോ ഉദ്ഘാടനം ചെയ്തു. DYSP ജോൺസൺ ജോസഫ് അധ്യക്ഷനായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്.
അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. കുട്ടനാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിലെ സ്പീഡ് ബോട്ടുകൾ പ്രവർത്തനക്ഷമമല്ല. പുളിങ്കുന്ന, രാമങ്കരി, കൈനടി, നെടുമുടി, വിയ്യപുരം സ്റ്റേഷനുകളിലാണ് സ്പീഡ് ബോട്ടുകൾ ഉള്ളത്. യാത്രാ സൌകര്യം ഏറിയതോടെ പല സ്റ്റേഷനുകളിലെയും സ്പീഡ് ബോട്ടുകൾ അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. ഇതിൽ പുളുങ്ങുന്ന, രാമങ്കരി, നെടുമുടി സ്റ്റേഷനുകളിലെ സ്പീഡ് ബോട്ടുകൾ പ്രവർത്തനക്ഷമമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. എന്നാൽ പ്രവർത്തനക്ഷമമാണെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്ന ബോട്ടുകൾ ഓടിയിട്ട് വർഷങ്ങളായ പടുക്കയിലാണ് കിടപ്പ്. പല സ്റ്റേഷനുകളിലും സ്പീഡ് ബോട്ടുകൾ ഉണ്ടോ എന്ന് പോലും ഉദ്യോഗസ്ഥർ ചിന്തിച്ച് മറുപടി പറയേണ്ട അവസ്ഥയാണ് നിലവിൽ. സ്പീഡ് ബോട്ടുകളുള്ള പല സ്റ്റേഷനുകളിലും ബോട്ട് ലൈസൻസ് ഉള്ളവരോ ബോട്ട് ഓടിക്കുവാൻ അറിയുന്നവരോ ഇല്ലാത്തത് ബോട്ടുകൾ നശിക്കുവാൻ കാരണമായി. കുട്ടനാട്ടിലെ ഏറ്റവും അധികം കായൽ പ്രദേശം പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനാണ് പുളുങ്ങുന്ന്. എന്നാൽ പുളുങ്ങുന്ന സ്റ്റേഷനിലെ സ്പീഡ് ബോട്ടിന് യന്ത്ര തകരാർ ഒഴിഞ്ഞ് നേരമില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നിലനിർത്തേണ്ട നിയമപാലകർ സഞ്ചരിക്കേണ്ട പല സ്പീഡ് ബോട്ടുകളും അന്ത്യശ്വാസം വലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ സേവനം ചെയ്യുന്ന അധ്യാപകരുടെ പൊതുവേദിയായ ടീച്ചേഴ്സ് ഗിൽഡിൽ പ്രസിഡന്റായി ജോസഫ് കെ നെല്ലുവേലി തെരഞ്ഞെടുക്കപ്പെട്ടു. എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ നെല്ലുവേലി തുടർച്ചയായി 2ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിരൂപത പാസ്റ്റർ ആൻഡ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും വിദ്യാഭ്യാസ സമിതിയുടെ കൺവീനറുമാണ് ജോസഫ് കെ നെല്ലുവേലി. ചെമ്പമ്പുറം ദേവിവിലാസം NSS കരയോഗം വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ എൻഡോമെന്റും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. NSS ശതാബ്ദി സ്മരണിക ഡയറക്ടറി 2014 പ്രകാശനവും നടന്നു. മന്ന സ്മാരക ഗ്രാമവികസന കേന്ദ്രം ട്രഷറർ PK ഗോപാലകൃഷ്ണൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിപ്പോൾ എല്ലാ വിധത്തിലും യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ കൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട കാലഘട്ടമാണ്. എന്തെന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപജയം കുടുംബാന്തരീക്ഷത്തിലും അതോടൊപ്പം തന്നെ ജനങ്ങൾ പൊതുവെ വളരെ ദോഷകരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ്. പഴയ കാലത്ത് മുൻകാലങ്ങളിൽ അതല്ല. നമ്മുടെയൊക്കെ കാലങ്ങളിൽ വിദ്യാലയങ്ങളിൽ പോയാൽ അത് എത്തരണത്തിൽ പോകണം, എങ്ങനെ വരണം, എങ്ങനെ പെരുമാറണം എന്ന് പോലും നമ്മുടെ മാതാക്കൾ പറഞ്ഞു തരുന്നത് നമ്മൾ അക്ഷരം പ്രതിയില്ലെങ്കിലും 70% പാലിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. KG മോഹനൻ പിള്ള അധ്യക്ഷനായി. G ഗോപിനാഥൻ നായർ, VK രവീന്ദ്രൻ നായർ, S കൃഷ്ണകുമാർ, ഗോപാലകൃഷ്ണൻ നായർ, PC രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. BSS കമ്മ്യൂണിറ്റി ഇൻഡസ്ട്രീസ് നടപ്പിലാക്കുന്ന സംയോജിത മുട്ടഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത്, സാമൂഹ്യ പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യം, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് കുറെ പേര് ഒന്നിച്ചാണ് വന്നത്. നമ്മുടെ ചേർത്തല MLA-യുടെ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ ഇവിടെ നിന്നുള്ള കുറെ നമ്മളുടെ മോഹൻദാസ് ചേട്ടനും ഗോപിച്ചേട്ടനും ഒക്കെ ആയിട്ട് വന്നപ്പോ അവര് പറഞ്ഞു കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. ആണുങ്ങൾ കുറെ അധികം പേര് ബീവറേജസിലാണ്, പെണ്ണുങ്ങളാണെങ്കിൽ സീരിയലിലും, പിള്ളേർ മൊബൈലിലും. ഇതൊരു സാമൂഹ്യ പ്രശ്നം കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മൾ നോക്കിയാൽ ശരി തന്നെ, ആണുങ്ങൾക്ക് കള്ളാണ് അഡിക്ഷൻ, എങ്കിൽ പെണ്ണുങ്ങൾക്ക് സീരിയലാണ് അഡിക്ഷൻ, അല്ലെ? നിങ്ങൾക്ക് മൊബൈൽ ഫോൺ, ഇത് 3 അഡിക്ഷനാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷെ ഇതിലൂടെ വരുമാനമില്ലാതെ ആയിത്തീരുന്നു എന്നൊരു വലിയ പ്രശ്നം നമുക്കെല്ലാം ഉണ്ട്. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് വെച്ചാൽ ചിക്കന്റെ കാലാണ് പിള്ളേർക്കൊക്കെ. എവിടെ ചെന്നാലും ഫ്രൈഡ് ചിക്കൻ കിട്ടും, നമുക്ക് KFC-യുടെ ചിക്കൻ എല്ലായിടവും ഉണ്ട്. അതിപ്പോ ഇവിടെ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും, കുറ്റം പറയുന്നത്. നമ്മളൊക്കെ വല്ലപ്പോഴും കിട്ടിയാൽ കഴിക്കും, എപ്പോഴും കഴിച്ചാൽ കൊള്ളില്ലാന്ന് അറിയുന്നത് പേടിയാണ്. അപ്പൊ ഇതിങ്ങനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും പ്രശ്നമില്ല, കിട്ടിയാൽ മതി.
ഇത് പഴകിയതാണോ പഴകിയതല്ലേ ഒന്നും പ്രശ്നമില്ല. മങ്കമ്പ് ഗവൺമെന്റ് LP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. BSS ഫീൽഡ് ഓഫീസർ സദാശിവൻ നായർ അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് VK വേണുഗോപാൽ, അനിൽകുമാർ, പത്മകുമാർ, രാജേഷ് കല, മിനിമോൾ എന്നിവർ സംസാരിച്ചു. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി രാമഗിരി ഏരിയ കൌൺസിലിന്റെ നേതൃത്വത്തിൽ 14ാം വാർഷികവും പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഫണ്ട് ശേഖരണവും നടന്നു. രാമഗിരി സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷികം ചങ്ങനാശ്ശേരി സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് അലക്സാണ്ടർ ആന്റണി ഉദ്ഘാടനം ചെയ്തു. രാമഗിരി ഏരിയ കൌൺസിൽ പ്രസിഡന്റ് ജേക്കബ് നെല്ലാക്കുന്നിൽ അധ്യക്ഷനായി. ചങ്ങനാശ്ശേരി CC സെക്രട്ടറി KU ജോസഫ്, ജോസഫ് കൈലാത്ത്, ബിനു കുര്യാക്കോസ്, ടോമിച്ചൻ ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നാം സൃഷ്ടിയോടടുക്കുമ്പോഴേ സ്രഷ്ടാവ് നമ്മോടടുക്കുകയുള്ളൂ. അതിനുള്ള ആത്മീയ ചൈതന്യം നൽകുകയാണ് ആത്മഹർഷത്തിന്റെ പുണ്യകാലമായ റമദാൻ. ഇരുട്ടിൽ തപ്പി കൈനഗരി ഇരുളടയുന്നതിന് പിന്നിൽ KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമെന്ന് AD കുഞ്ഞച്ചൻ. പൈതലെ പാവപ്പെട്ടവർക്കുള്ളതല്ലീ ലോകമെന്ന ചങ്ങമ്പുഴ കവിത അന്വർത്ഥമാക്കുകയാണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംവരണം പാലിക്കേണ്ടതില്ല എന്ന സുപ്രീംകോടതി വിധി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.